നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FYUGP മൂന്നാം സെമസ്റ്റർ MDC മലയാളം. കേരള വികസന മാതൃക വളർച്ചയും തുടർച്ചയും എന്ന് പറയുന്ന ടോപ്പിക്ക് സയൻസ് വിദ്യാർത്ഥികൾക്കും കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കും കോമൺ ആയിട്ട് പഠിക്കാനുള്ളതാണ്. അത് നോക്കാം ഈ വീഡിയോയിൽ. കേരള വികസന മാതൃക വളർച്ചയും തുടർച്ചയും. ശരിക്കും കേരളത്തിന്റെ വികസനം എന്ന് പറയുമ്പോൾ അത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒന്നാണ് അല്ലെ. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളം വളരെ പെട്ടെന്ന് വികസിച്ചു എനിക്ക് തോന്നുന്നു. അതിന്റെ പ്രധാന കാരണം നമ്മൾ എല്ലാവരും വിദ്യാഭ്യാസം നേടിയതാണ്, സമ്പൂർണ്ണ സാക്ഷരതയാണ് നമുക്ക് അത്രയും വലിയ മാറ്റം ഉണ്ടാക്കി തന്നതെന്നുള്ളതാണ്. നമുക്ക് നോക്കാം പാഠഭാഗം എന്തൊക്കെയാണ് പറയുന്നതെന്ന്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിറഞ്ഞ ഭ്രാന്താലയത്തിന്റെ ഇരുണ്ട പ്രദേശത്തിൽ നിന്നും പതിറ്റാണ്ടുകൾക്കിപ്പുറം വികസനത്തിലെ വേറിട്ട മാതൃകയായി പരിണമിച്ച ചരിത്രമാണ് കേരളത്തിലുള്ളത്. അതെ, കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ കേരള നവോത്ഥാനം പഠിക്കുമ്പം വെറും 100 വർഷങ്ങൾക്ക് മുമ്പൊക്കെ കേരളത്തിൽ ഉണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ജാതി പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൽ നിന്ന് പതിറ്റാണ്ടുകൾ മാത്രം ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റമാണ് നമുക്ക് ഉണ്ടായത്. പരമ്പരാഗത വികസന സിദ്ധാന്തങ്ങളെ ലംഘിച്ചുകൊണ്ട് സാമ്പത്തിക വികസനം ഇല്ലെങ്കിലും സാമൂഹിക വികസനം സാധ്യമാകുമെന്ന് കേരളം തെളിയിച്ചു. അതായത് കേരളത്തിന്റെ വികസനത്തിന്റെ ഇന്നത്തെ ഈ 2025 പറയുന്നത്, വികസനത്തിന്റെ ഘട്ടത്തിന്റെ ആദ്യകാലം നോക്കുമ്പോൾ സാമ്പത്തികമായിട്ട് നമുക്ക് വലുതായി വികസിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്ന് നമ്മൾ സാമ്പത്തികമായും വികസിച്ചല്ലോ ഒരുപാട്. അപ്പം വികസനം വരുമ്പോഴത്തേക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് പറ്റിയില്ലെങ്കിലും സാമൂഹികമായിട്ട് വികസിക്കാൻ പറ്റുമെന്ന് കേരളം തെളിയിച്ചു. ഈ ജാതി പ്രശ്നമൊക്കെ വലിയ പരിധിവരെ മാറി നമ്മളൊക്കെ ഒന്നിച്ചിരിക്കാനും ഒന്നിച്ച് സംസാരിക്കാനും ഒരേ വഴിയിലൂടെ സഞ്ചരിക്കാനും ഒക്കെ ഒരേ പന്തിയിലിരുന്ന് ആഹാരം കഴിക്കാനും ഒക്കെ തുടങ്ങിയത് വലിയ സാമൂഹിക മാറ്റം തന്നെയാണ്. സാമ്പത്തികമായി ഏറെ പിന്നിൽ നിൽക്കുന്ന പ്രദേശമാണെങ്കിലും മാനവ വികസനം, അതായത് മനുഷ്യന്മാരുടെ പുരോഗതി പരിശോധിച്ചാൽ ഉയർന്ന സാക്ഷരത, ഉയർന്ന ആയുർദൈർഘ്യം, ഒരുപാട് കാലം ജീവിക്കുന്നു എന്ന് പറയുന്നത്, അതായത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ശിശുമരണ നിരക്കൊക്കെ, ജനിച്ച ഉടനെ മരിച്ചു പോകുന്ന കുട്ടികളുടെയും അതുപോലെ തന്നെ മാതൃമരണ നിരക്കൊക്കെ വളരെ കൂടിയിരിക്കുമ്പം കേരളം വളരെ കുറച്ചേ ഉള്ളൂ. കുറഞ്ഞ ശിശുമരണ നിരക്ക് എന്നിവ കേരള വികസന മാതൃകയുടെ മുഖമുദ്രയാണ്. പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ കേരളം സാമ്പത്തികമായി ഏറെ പുരോഗതി കൈവരിക്കുകയും ചെയ്തു. അതാ ഞാൻ പറഞ്ഞത്, ഇന്നത്തെ കാലത്തേക്ക് വരുമ്പോഴത്തേക്ക് കേരളം ഒരുപാട് സാമ്പത്തികമായിട്ട് പുരോഗതി നേടി. സാമ്പത്തികമായിട്ട് പുരോഗതി ലഭിക്കുന്നതിന് മുമ്പേ തന്നെ സാമൂഹികമായിട്ട് നമ്മൾ പുരോഗതി നേടി എന്നുള്ളതാണ്. ഇന്ത്യൻ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ മാനവ വികസനത്തിന് അനുകൂലമായ അന്തരീക്ഷം നേരത്തെ തന്നെ നിലനിന്നിരുന്നു. ഇവയാണ് മാനവ വികസനത്തിന്, മനുഷ്യന്റെ വികസനത്തിന് അനുഗുണമായ നയങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള സാമൂഹിക പശ്ചാത്തലം ഒരുക്കിയത്. ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ കുറച്ചും കൂടി എളുപ്പമാണ് കാര്യങ്ങൾ എന്ന് പറയാണ്. കൂടാതെ കേരളത്തിലെ പൊതു ഇടപെടലുകൾ മാനവിക വികസനത്തിന് സഹായകമായി വർദ്ധിച്ചിട്ടുണ്ട്. കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചല്ലോ. പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, സജീവമായ പൊതുമണ്ഡലത്തിന്റെ സാന്നിധ്യം, സാമൂഹിക സ്വഭാവമുള്ള സമ്പദ്ഘടന എന്നിവയെല്ലാം മാനവ വികസന നയങ്ങൾക്കായി സജ്ജമാക്കിയ ഘടകങ്ങളാണ്. പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനായ പ്രൊഫസർ KN രാജിന്റെ നേതൃത്വത്തിൽ 1975 വികസന പഠന കേന്ദ്രം ഐക്യരാഷ്ട്ര സംഘടനയുടെ സഹായത്തോടെ നടത്തിയ ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, വികസന നയം കേരളത്തെ സംബന്ധിച്ച ഒരു വിശദ പഠനത്തിലാണ് കേരളത്തിന്റെ വികസന നേട്ടത്തെക്കുറിച്ച് ആദ്യമായി പരാമർശിക്കുന്നത്. കുറഞ്ഞ പ്രതിശീർഷ വരുമാനത്തിലും കേരളം മാനവ വികസനത്തിലും ക്ഷേമപ്രവർത്തനങ്ങളിലും മെച്ചപ്പെട്ട നില കൈവരിച്ചതായി പഠനത്തിൽ കണ്ടെത്തി. ആ പറഞ്ഞ പഠനത്തില് ഇവിടെ സാമ്പത്തികമായിട്ട് പെർ ക്യാപിറ്റ ഇൻകം ഒക്കെ ലോ ആണെങ്കിലും നമുക്ക് സാമൂഹികമായിട്ട് വലിയ പുരോഗതി ഉണ്ടായി എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 1975 CDS പഠനത്തിൽ, ഈ CDS എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതാട്ടോ, അതായത് മറ്റേ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ വികസന പഠന കേന്ദ്രം നടത്തി എന്ന് പറഞ്ഞില്ലേ, അതാണ് ആ വികസന പഠന കേന്ദ്രമാണ് CDS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം CDS പഠനത്തിൽ കേരള വികസന മാതൃക എന്ന പ്രയോഗം ഇല്ലെങ്കിലും പിൽക്കാലത്ത് പ്രസ്തുത പേരിലാണ് ഈ നേട്ടം അറിയപ്പെട്ടത്. അപ്പൊ 1975 ആ റിപ്പോർട്ടിൽ കേരള വികസന മാതൃക എന്ന് പറയുന്ന ടേം ഇല്ലെങ്കിലും പിന്നീടാണ് ആ പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. കേരളത്തിന്റെ വികസന നേട്ടത്തെ മാതൃക എന്ന് വിശേഷിപ്പിക്കുന്നതിൽ വിദഗ്ധർക്കിടയിൽ ഭിന്ന അഭിപ്രായങ്ങളാണ് നിലനിൽക്കുന്നത്. കേരളത്തിന് എന്തായാലും വികസന നേട്ടമുണ്ട്, അതൊരു മോഡലാണ്, മാതൃകയാണ് എന്ന് പറയുന്നതിൽ പലർക്കും പല അഭിപ്രായമുള്ളത്. അത് എന്തുകൊണ്ടാന്ന് നോക്കാം. എല്ലായിടത്തും ഒരുപോലെ പകർത്തുവാൻ സാധ്യമല്ലാത്തതിനാൽ ഇത് കേരളത്തിന്റെ സവിശേഷ അനുഭവമായാണ് കാണുന്നത്. അതായത് ഒരു മാതൃക എന്ന് പറയണമെങ്കിൽ ആ മാതൃക മോഡൽ നോക്കിയിട്ട് എല്ലായിടത്തും അതുപോലെ പകർത്താൻ പറ്റണ്ടേ. പക്ഷെ കേരളത്തിൽ ഇത്രയും പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? കേരളത്തിൻ്റെതായ ചില സവിശേഷതകൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും അത് അതുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ, ഇവിടുത്തെ സവിശേഷതകൾ എല്ലാവരുടെയും ഇല്ലല്ലോ. അതുകൊണ്ട്
ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ കാലാവസ്ഥയുടെ ഒക്കെ കാര്യത്തിൽ കേരളം ഭയങ്കര റിച്ച് ആണ്. 6 മാസം മഴ ലഭിക്കുന്നു, 6 മാസം വെയിൽ കിട്ടുന്നു, 44 നദികളുണ്ട്. അതൊന്നും എല്ലാ സ്ഥലങ്ങളിലും ഇല്ലല്ലോ. അപ്പം വികസന മാതൃക മോഡൽ എന്ന് പറയുന്നതിനേക്കാളും നമ്മുടെ സവിശേഷമായ നേട്ടം എന്ന് പറയുന്നതായിരിക്കും നല്ലതെന്ന് പറയാണ്. പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അമർത്യ സെന്നും ജീൻ ദ്രേസും ചേർന്ന് നടത്തിയ പഠനങ്ങളാണ് CDS പഠനത്തിന് പുറമെ കേരള മാതൃകയ്ക്ക് അന്താരാഷ്ട്ര ശ്രദ്ധ ലഭിക്കാനിടയാക്കിയ മറ്റൊരു ഘടകം. അമർത്യ സെന്നിനെ അറിയാലോ അല്ലെ, സാമ്പത്തിക ശാസ്ത്രത്തിൽ എക്കണോമിക്സിലെ നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയ ഇന്ത്യനാണ്. അമർത്യ സെൻ ഈ നേട്ടങ്ങളെ കേരളത്തിന്റെ വികസന അനുഭവം എന്നാണ് വിശേഷിപ്പിച്ചത്. മനസ്സിലായില്ലേ? മോഡൽ എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റുള്ളവർക്ക് പകർത്താൻ കഴിയണം, അത് പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇവിടുത്തെ സാഹചര്യം എല്ലാ സ്ഥലത്തും ഇല്ലല്ലോ. കേരളത്തിന്റെ വികസന നേട്ടങ്ങളെ കുറിച്ച് അക്കാദമിക രംഗത്ത് നിരവധി സംവാദങ്ങളാണ് നടന്നിട്ടുള്ളത്. 1993 KK ജോർജ് പ്രസിദ്ധീകരിച്ച കേരള വികസന മാതൃകയുടെ പരിമിതികൾ എന്ന പഠനത്തിൽ ഭാവിയിൽ സംസ്ഥാനം നേരിടുന്ന പൊതുധനകാര്യ പ്രതിസന്ധിയെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുന്നു. സാമൂഹിക നരവംശ ശാസ്ത്രജ്ഞരായ റിച്ചാർഡ് ഫ്രാങ്കിയും ബാർബറ ചേഴ്സിനും കേരളത്തിലെ വികസന രംഗത്തെ നേട്ടങ്ങളും സാമൂഹിക ക്ഷേമ പദ്ധതികളും കണക്കിലെടുത്തുകൊണ്ട് കർഷകരുടെയും തൊഴിലാളികളുടെയും വർഗ സമരങ്ങളാണ് ഇത്തരം ഒരു മാതൃകയ്ക്ക് കാരണമെന്ന് വാദിക്കുന്നു. കർഷകരുടെയും അതുപോലെ തന്നെ തൊഴിലാളികളുടെയും ഒക്കെ വർഗ സമരങ്ങളാണ് നമുക്ക് ഈ രീതിയിൽ മാറ്റം കൊണ്ടുതന്നത് എന്ന് പറയുന്നുണ്ട്. ഇതിൽ നിന്നും വ്യത്യസ്തമായ വാദമാണ് സാമൂഹിക ചരിത്രകാരനായ റോബിൻ ജെഫ്രി സ്വീകരിച്ചിരിക്കുന്നത്. കേരള വികസനത്തിന്റെ സവിശേഷ മുന്നേറ്റത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തവും അതിൽ വിദ്യാഭ്യാസം വഹിച്ച പങ്കുമാണ് 1992 ജെഫ്രിയുടെ പഠനത്തിൽ പ്രധാനമായും വ്യക്തമാക്കുന്നത്. എന്തായാലും കേരളം വളർന്നു, വികസിച്ചു. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുമ്പോൾ ഓരോരുത്തര് ഓരോന്നാണ് പറയുന്നത്. ചിലർ പറയുന്നു വർഗ സമരങ്ങൾ, തൊഴിലാളി സമരങ്ങൾ ഇതൊക്കെയാണ് കാരണം. ചിലർ പറയുന്നു സ്ത്രീ പങ്കാളിത്തം, സ്ത്രീകൾക്ക് കിട്ടിയ വിദ്യാഭ്യാസം ഇതൊക്കെയാണ് കാരണം. കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിക്കുന്നതിനും അവരെ രാഷ്ട്രീയ നയരൂപീകരണ പ്രക്രിയയുടെ ഭാഗമാക്കി മാറ്റിയതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് സാമൂഹിക ശാസ്ത്രജ്ഞനായ പാട്രിക് ഹെല്ലറിന്റെ പഠനത്തിൽ നിരീക്ഷിക്കുന്നത്. അതെ, പാട്രിക് ഹെല്ലർ എന്താ പറയുന്നത്? ഇവിടെ ഇത്രയും മാറ്റം വന്നതിൽ കർഷകരെയും തൊഴിലാളികളെയും ഒക്കെ സംഘടിപ്പിച്ചതിനും കോർഡിനേറ്റ് ചെയ്തതിനും അവരെ രാഷ്ട്രീയ നയരൂപീകരണ പ്രക്രിയയുടെ ഭാഗമാക്കി മാറ്റിയതിന്റെ ഒക്കെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നു. തുടർന്നും കേരളത്തിലെ ഭൂപരിഷ്കരണം കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചു. ഈ മൊഡ്യൂളിൽ തന്നെ ഞാൻ തോന്നുന്നു ഇനിവേ പഠിച്ചിട്ടുണ്ട്. പൊതുവിതരണ സമ്പ്രദായം എന്ന് വെച്ചാൽ നമ്മുടെ റേഷൻ ഷോപ്പ് ഒക്കെ ഇല്ലേ, ആരോഗ്യരംഗം, വികേന്ദ്രീകരണം നമ്മൾ മുമ്പ് പഠിച്ചു, ആദിവാസികളുടെ സ്ഥിതി എന്നിവയെക്കുറിച്ച് നിരവധി പഠനങ്ങൾ നടക്കുകയുണ്ടായി. കേരളത്തിന്റെ വികസന നേട്ടങ്ങളുടെ ഫലമായി ഉയർന്ന ജീവിത ഗുണത, ഉയർന്ന പ്രതിശീർഷ ആയുർദൈർഘ്യം അല്ലെ, ഓരോരുത്തർക്കും ശീർഷം തല, അതെന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും തലക്കെണ്ണിരുന്ന ഓരോ വ്യക്തിക്കും ഒരുപാട് ആയുർദൈർഘ്യം, പിന്നെ ഒരുപാട് കാലം ജീവിക്കാൻ പറ്റുക എന്നുള്ളത്, സാമൂഹ്യ ചലനാത്മകത, പുറം സമ്പർക്കം എന്നിവ ആർജിക്കുവാൻ നമുക്ക് സാധിച്ചു. എന്നാൽ നേടിയ നേട്ടങ്ങളെ ഗുണപരമായി നിലനിർത്തുവാൻ സാധിക്കുന്നില്ലെന്നതാണ് കേരളം നേരിടുന്ന മുഖ്യ വെല്ലുവിളി. അപ്പൊ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ചാലഞ്ച് എന്താണ്? നേടിയ നേട്ടങ്ങളെ ഗുണപരമായി നിലനിർത്താൻ പറ്റുന്നില്ല എന്നുള്ളത്. ഒന്നാം തലമുറ പ്രശ്നങ്ങളെ പരിഹരിച്ച കേരളം സെക്കൻഡ് ജനറേഷൻ പ്രശ്നങ്ങളെയാണ് ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ജനസംഖ്യയിലെ വൃദ്ധാനുപാതത്തിലെ വർധനവ് എന്ന് വെച്ചാൽ നാട്ടിലെ ജനങ്ങളെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് വൃദ്ധരാണ് കൂടുതൽ. വർദ്ധിച്ചു വരുന്ന രോഗാതുരത, അഭ്യസ്ത വിദ്യർക്കിടയിലെ തൊഴിലില്ലായ്മ, വെരി ഇമ്പോർട്ടന്റ്. നല്ല വിദ്യാഭ്യാസം ഉണ്ട് പക്ഷേ ജോലിയില്ല. ഉയർന്ന ഗുണമേന്മയുള്ള സാമൂഹ്യ സുരക്ഷാ സേവനങ്ങളുടെ വിതരണം, ഭക്ഷ്യസുരക്ഷയും പോഷകാഹാര സുരക്ഷയും ഉറപ്പുവരുത്തൽ, അസമത്വത്തിലെ വർധനവ്, ദളിത് ആദിവാസി പിന്നോക്കാവസ്ഥ തുടങ്ങിയവയാണിവ. നിലവിലെ പ്രതിസന്ധി, അതായത് നിലവിൽ ഇപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. നിലവിലെ പ്രതിസന്ധികളെയും അസന്തുലിതാവസ്ഥകളെയും അതിജീവിച്ച് മുന്നേറുവാനുള്ള തിരുത്തൽ ശക്തിയാകുവാൻ കേരളം ഏറെ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം കേരളത്തിലെ ആരോഗ്യത്തെയും വിദ്യാഭ്യാസത്തെയും കുറിച്ച്. ആരോഗ്യവും വിദ്യാഭ്യാസവും. കേരള വികസന മാതൃകയുടെ സുപ്രധാന നേട്ടങ്ങളാണ് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ കൈവരിച്ചിട്ടുള്ള പുരോഗതി. ആരോഗ്യ മേഖലയിൽ ഏറ്റവും മികച്ച സേവനങ്ങൾ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ നൽകുവാൻ സാധിച്ചുവെന്നതാണ് ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ളത്. അപ്പൊ ആരോഗ്യ മേഖലയിൽ എന്തിനു പറ്റി? നമുക്ക് ഏറ്റവും നല്ല സർവീസ് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ കൊടുക്കാൻ പറ്റി. കൂടാതെ ആയുർദൈർഘ്യത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നു. ഏറ്റവും കൂടുതൽ കാലം ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റുന്നത് ഇവിടെയാണ് പോലും. കേരളത്തിലെ മാതൃമരണ നിരക്ക്, അമ്മമാര് മരിച്ചു പോകുന്ന അവസ്ഥ, ജനിച്ച കുട്ടിയെ പ്രസവിച്ച ഉടനെ ശിശു മരണ നിരക്ക്, ജനിച്ച കുട്ടി മരിച്ചു പോകുന്ന അവസ്ഥ എന്നിവ ദേശീയ ശരാശരിയേക്കാൾ കുറവാണ്. നോക്കണേ, ഇന്ത്യയിലുള്ള മൊത്തം ശരാശരി എടുത്തു നോക്കുമ്പോൾ അതിനേക്കാളും കുറവാണ് കേരളത്തിലുള്ളത്. പൊതുജനാരോഗ്യത്തിൽ കേരളം നൽകി വരുന്ന പ്രാധാന്യം തന്നെയാണ് ഈ നേട്ടങ്ങൾക്ക് പിറകിൽ.
സാക്ഷരതയിലും വിദ്യാഭ്യാസ രംഗത്തും ഇന്ത്യയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. അറിയാലോ, ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന പ്രവേശന നിരക്കുള്ളതും കൊഴിഞ്ഞുപോക്ക് കുറഞ്ഞതുമായ സംസ്ഥാനവും കേരളമാണ്. വിദ്യാഭ്യാസ രംഗത്തെ SC ST പങ്കാളിത്തവും മറ്റ് സംസ്ഥാനത്തേക്കാൾ ഏറെ ഉയർന്നതാണ്. അങ്ങനെ സമഗ്രമായിട്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കാനും നല്ല ഹെൽത്ത് സർവീസ് കൊടുക്കാനും പറ്റിയത് നമ്മുടെ പുരോഗതിക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കാം സാക്ഷരതാ പ്രസ്ഥാനത്തെ കുറിച്ച്. സാക്ഷരതാ പ്രസ്ഥാനം ഒരു രാജ്യത്തിന്റെ മാനവ മൂലധനത്തിന്റെ ഏറ്റവും പ്രധാന സൂചകം സാക്ഷരതയാണ്. ഒരു രാജ്യത്തിന്റെ മാനവ മൂലധനത്തിന്റെ ഏറ്റവും പ്രധാന സൂചകം സാക്ഷരതയാണ്. സാക്ഷരതയിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള, സാക്ഷരത അറിയാലോ, ലിറ്ററസി, എഴുതാനും വായിക്കാനൊക്കെയുള്ള അറിവ്. സാക്ഷരതയിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് കേരളം. സംസ്ഥാനത്ത് സാക്ഷരതയിൽ മുന്നിട്ട് നിൽക്കുന്ന ജില്ല കോട്ടയമാണ്, പിന്നിട്ട് നിൽക്കുന്ന ജില്ല വയനാടാണ്. ക്രിസ്തുമത പ്രചരണം മുഖ്യ ലക്ഷ്യമായി കരുതി കേരളത്തിലെത്തിയ പോർച്ചുഗീസ് മിഷണറിമാരാണ് ഇവിടുത്തെ സാക്ഷരതാ രംഗത്ത് ശ്രദ്ധേയമായ ചലനം സൃഷ്ടിച്ചത്. നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ട്. വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ അവർ സാധാരണക്കാർക്ക് അക്ഷരം പകർന്നു നൽകി. ഈ ക്രിസ്ത്യൻ മിഷണറിമാര് എല്ലാവർക്കും അഡ്മിഷൻ കൊടുത്ത്, പിന്നെ ജാതി മത പ്രശ്നങ്ങളൊന്നും നോക്കാണ്ട് എല്ലാവർക്കും അഡ്മിഷൻ കൊടുത്തു പഠിക്കാനായിട്ട്. മലബാർ പ്രദേശത്ത് ബാസൽ മിഷൻ ആയിരുന്നു. തിരുവിതാംകൂറിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റിയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു. സ്കൂളിൽ ചേർന്ന് പഠിക്കാത്തവർക്കും അക്ഷരം പകർന്നു നൽകുന്നതിന് വേണ്ടിയാണ് നിശാ പാഠശാലകൾ രൂപം കൊണ്ടത്. മീൻസ് നൈറ്റ് ക്ലാസ്. കാരണം പകല് പണിക്ക് പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പങ്ക് വളരെ വലുതാണ് കേട്ടോ. ദേശീയ പ്രസ്ഥാനത്തെ നയിച്ച നേതാക്കന്മാരാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഏതിന്? ഈ നൈറ്റ് ക്ലാസ്സിനൊക്കെ. കേരള ഗ്രന്ഥശാല സംഘം രൂപീകൃതമായതോടെ അക്ഷരം പഠിപ്പിക്കുന്ന ദൗത്യം ഗ്രന്ഥശാലകൾ ഏറ്റെടുത്തു. നിങ്ങൾ വായനാ ദിനമൊക്കെ ആചരിക്കാറില്ലേ? ജൂൺ 19 സർദാർ PN പണിക്കറിന്റെ ചരമദിനം. അദ്ദേഹമൊക്കെയായിരുന്നു ഈ ഗ്രന്ഥശാല സംഘത്തിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ച്. സാക്ഷരതാ യജ്ഞം സമൂഹത്തിലെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ളതായിരുന്നു. ഇതിനായി നിരക്ഷരരെ കണ്ടെത്തലായിരുന്നു പ്രധാന പ്രവർത്തനം. അറിവില്ലാത്തവരെ, വിദ്യാഭ്യാസം ഇല്ലാത്തവരെ കണ്ടെത്തുക. ഇവരെ അക്ഷരം പഠിപ്പിക്കാനായി സേവന സന്നദ്ധതയുള്ള വളണ്ടിയർമാരെ കണ്ടെത്തി പരിശീലനം നൽകുകയും പഠിതാക്കളുടെ സൗകര്യം അനുസരിച്ച് ക്ലാസുകൾ ക്രമീകരിക്കുകയും ചെയ്തു. സാക്ഷരതയുടെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വലിയ പ്രചരണം നടത്തി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സജീവമായി ഇതിൽ പങ്കെടുത്തു. നാടകം, നാടൻ കലകൾ, പാട്ട്, പ്രസംഗം, ചിത്രം തുടങ്ങിയ എല്ലാ മാധ്യമങ്ങളും പ്രചാരത്തിനായി ഉപയോഗിച്ചു. സാക്ഷരതാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലൊക്കെ പാട്ടിലൂടെയും ചിത്രത്തിലൂടെയും പ്രസംഗത്തിലൂടെയും ഒക്കെ ഈ സാക്ഷരത എല്ലാവരിലേക്കും എത്തിക്കണം എന്നുള്ള മെസ്സേജ് എത്തിച്ചു എന്നുള്ളതാണ്. സാക്ഷരതാ പ്രവർത്തനം താഴെത്തട്ടിൽ ശക്തമായി സംഘടിപ്പിക്കുന്നതിനായി സന്നദ്ധ സംഘടനകള്, രാഷ്ട്രീയ പാർട്ടികള്, സാംസ്കാരിക സംഘടനകള്, ഗ്രന്ഥശാലകള് തുടങ്ങിയവയുടെ പ്രതിനിധികളെയൊക്കെ ഉപയോഗിച്ചു. ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത നേടിയ വില്ലേജ് കണ്ണൂർ ജില്ലയിലെ ഏഴോം വില്ലേജ് ആണ്. ഏതാണ്? ഏഴോം വില്ലേജ് ആണ്. 1986 ഏഴോം സമ്പൂർണ്ണ സാക്ഷരത നേടിയത്. കോട്ടയം നഗരസഭ 1989 സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചു. പിന്നാലെ 1990 എറണാകുളം ജില്ല ഇന്ത്യയിലെ സമ്പൂർണ്ണ സാക്ഷര ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടു. ബഹുജന പങ്കാളിത്തത്തോടെ നടത്തിയ എറണാകുളം ജില്ലയുടെ ഇടപെടലുകൾ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റി. സമ്പൂർണ്ണ സാക്ഷരതയ്ക്കായി കേരളത്തെ പ്രേരിപ്പിച്ചതും എറണാകുളത്തിന്റെ പ്രവർത്തന മാതൃകയാണ്. തുടർന്ന് 1991 ഏപ്രിൽ 18 കേരളം ഇന്ത്യയിലെ ഒന്നാമത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടു. സമ്പൂർണ്ണ സാക്ഷരതയ്ക്ക് ശേഷം കേരളം തുടർ വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് ചിന്തിച്ചത്. തുടർ വിദ്യാഭ്യാസത്തിനും ആജീവന വിദ്യാഭ്യാസത്തിനും അവബോധന വികസനത്തിനും ഉതകുന്ന വിദ്യാഭ്യാസ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനായി സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ഇപ്പോൾ ലീപ്പ് കേരള മിഷനായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നോക്കാം ഉന്നത വിദ്യാഭ്യാസം. സമൂഹത്തിന്റെ വികസനത്തിൽ പരമപ്രധാനമായ പങ്ക് വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ളതിനാൽ വലിയ പ്രാധാന്യമാണ് സംസ്ഥാനം നൽകി വരുന്നത് വിദ്യാഭ്യാസത്തിന്. വർദ്ധിച്ചു വരുന്ന പ്രവേശനം, വിദ്യാർത്ഥികളുടെ ചലനാത്മകത, പ്രൊഫഷന്റെ വൈവിധ്യം, ഗവേഷണ ഫലപ്രാപ്തി, റിസർച്ച്, ബോധന നിലവാരം, അത്യാധുനിക സാങ്കേതിക വിദ്യ എന്നിവയാൽ കഴിഞ്ഞ ദശകങ്ങളിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗണ്യമായ മാറ്റങ്ങളാണ് ഉണ്ടായത്. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാകെ 14 സർവകലാശാലകളാണ് പ്രവർത്തിച്ചു വരുന്നത്. യൂണിവേഴ്സിറ്റീസ് 14 എണ്ണം. 2020 കൊല്ലം ആസ്ഥാനമായി സ്ഥാപിതമായ കേരളത്തിലെ ഏക ഓപ്പൺ യൂണിവേഴ്സിറ്റിയായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയും 2020 സ്ഥാപിതമായ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും അത്യാധുനിക വിജ്ഞാന മണ്ഡലത്തിലെ വിദ്യാഭ്യാസത്തിന്റെയും ഗവേഷണത്തിന്റെയും ആവശ്യകതകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സ്ഥാപിതമായ സർവകലാശാലകളാണ്. ഇവയെ കൂടാതെ വിവിധ ദേശീയ സ്ഥാപനങ്ങളും സാങ്കേതിക മേഖലയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പെൺകുട്ടികളുടെ പ്രാതിനിധ്യം
കൂടുതലാണെന്ന് കാണാവുന്നതാണ്. പെൺകുട്ടികളും നന്നായിട്ട് പഠിക്കുന്നുണ്ട്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ തുല്യത, പ്രവേശനം, മികവ് എന്നിവ കൊണ്ടുവരുന്നതിനുള്ള നയോപദേശം നൽകുന്നതിനായി കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് 2007 മാർച്ച് 16 നിലവിൽ വന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ സമൂലമായ വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ട് വിജ്ഞാന സമ്പദ് വ്യവസ്ഥയായി പരിവർത്തനം മാറാനുള്ള ശ്രമങ്ങളും കേരളം നടത്തി വരുന്നുണ്ട്. ആഗോള നിലവാരത്തിനും മാറുന്ന പ്രവണതകൾക്കനുസൃതമായും സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗം നവീകരണത്തിന്റെ പാതയിലാണ്, പുതുക്കലിന്റെ പാതയിലാണ്. അപ്പൊ നമ്മൾ ആരോഗ്യം പറഞ്ഞു, വിദ്യാഭ്യാസം പറഞ്ഞു, പിന്നെ നമ്മുടെ നാടിന്റെ പുരോഗതിയിൽ ഏറ്റവും പറയേണ്ടതാണ് എന്താ? ശുചിത്വം. അപ്പൊ നമുക്കിനി ശുചിത്വത്തെ കുറിച്ച് പറയാം. ശുചിത്വത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന പേര് ഹരിതകർമ്മസേനയായിരിക്കും. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ശുചിത്വം, പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ആരോഗ്യരക്ഷകമായ ജീവിത പരിസ്ഥിതി എല്ലാവർക്കും ലഭ്യമാക്കുക എന്നതാണ് ശുചിത്വത്തിന്റെ ആകമാനമായ ഉദ്ദേശ്യം. യെസ്, ആരോഗ്യം വേണമല്ലോ അല്ലെ. ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർവചന പ്രകാരം മനുഷ്യ വിസർജ്യങ്ങളുടെ സുരക്ഷിതമായ നിർമ്മാർജ്ജനത്തിന് വേണ്ട സൗകര്യങ്ങളും സേവനങ്ങളും ഉൾപ്പെടുന്ന വ്യവസ്ഥയാണ് ശുചിത്വം. സമ്പൂർണ്ണ ശുചിത്വം നേടുന്നതിന് സാർവത്രികമായി അംഗീകരിച്ചിട്ടുള്ള ഉപാധികളാണ് മനുഷ്യ മലത്തിന്റെ സുരക്ഷിതമായ നിർമ്മാർജ്ജനം, അതുപോലെ തന്നെ ഖരമാലിന്യങ്ങളുടെ പരിപാലനം, ദ്രവമാലിന്യങ്ങളുടെ പരിപാലനം, കുടിവെള്ളം സുരക്ഷിതമായി കൈകാര്യം ചെയ്യല്, ഭക്ഷണ ശുചിത്വം ഉറപ്പാക്കല്, ഗാർഹിക ശുചിത്വ പരിപാലനം, വ്യക്തി ശുചിത്വ പാലനം, സാമൂഹിക ശുചിത്വം നിലനിർത്തൽ തുടങ്ങിയുള്ള ശുചിത്വ ഘടകങ്ങൾ. ഇവയുടെ അടിസ്ഥാനത്തിൽ ആരോഗ്യമുള്ള സമൂഹത്തെ സൃഷ്ടിക്കുകയാണ് ശുചിത്വ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം. സാക്ഷരത പ്രസ്ഥാനവും ജനകീയാസൂത്രണവുമാണ് ശുചിത്വ മേഖലയിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കുവാൻ സഹായിച്ചത്. ശുചിത്വം മനുഷ്യന്റെ അനിഷേധ്യമായ അവകാശമായി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിന്റെയും സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും ഇടപെടലുകളുടെ ഫലമായി കേരളത്തിൽ ശുചിത്വത്തെക്കുറിച്ച് മികച്ച അവബോധം സൃഷ്ടിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ വ്യക്തി ശുചിത്വത്തിൽ നൽകുന്ന പ്രാധാന്യം സാമൂഹ്യ ശുചിത്വത്തിൽ കാണിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഡെയിലി 2 നേരം കുളിക്കും, വ്യക്തി ശുചിത്വം ഉണ്ട്, പല്ലേക്കും 2 നേരം. പക്ഷെ നമ്മൾ ഒരു കൂസലും ഇല്ലാതെ നമ്മുടെ റോഡിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുകയും ചെയ്യും. അതാ പറഞ്ഞത്, വ്യക്തി ശുചിത്വത്തിന് കാണിക്കുന്ന ഇമ്പോർട്ടൻസ് നമ്മൾ പലപ്പോഴും എന്തിനു കൊടുക്കുന്നില്ല? സാമൂഹ്യ ശുചിത്വത്തിൽ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. വിവേചനരഹിതമായി ശുചിത്വ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾക്കും പങ്കുണ്ട്. വ്യക്തിയുടെയും സമൂഹത്തിന്റെയും സൗഖ്യത്തിനായി ശുചിത്വം പാലിക്കുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം വ്യക്തികൾക്കും തുല്യ ഉത്തരവാദിത്തമാണുള്ളത്. ബഹുജന പങ്കാളിത്തത്തോടെ ശുചിത്വ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിലെ ലിംഗസമത്വം, ജെൻഡർ ഇക്വാലിറ്റി ഉറപ്പാക്കുന്നതിൽ ഇനിയും മുന്നേറേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പറയാനുള്ളത്, നമുക്ക് ഹരിത കർമ്മസേനയെ കുറിച്ചാണ്. എല്ലാവർക്കും അറിയായിരിക്കും, എല്ലാവരുടെ വീട്ടിലും വരാറുണ്ടായിരിക്കും. അപ്പം ഹരിത കർമ്മസേന കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഒക്കെ ഇല്ലേ, ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനമാണ് ഹരിത കർമ്മസേന. കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഹരിത കേരള മിഷൻ പദ്ധതിയുടെ ഭാഗമായി 2017 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഹരിത കർമ്മസേന സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിച്ച യൂസർ ഫീ വാങ്ങി വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഹരിത സേനാംഗങ്ങൾ വൃത്തിയാക്കിയ അജൈവ മാലിന്യത്തിന്റെ വാതിൽപ്പടി ശേഖരണം നടത്തുന്നുണ്ട്. കൃത്യമായ ഇടവേളകളിൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം വിവിധ തരത്തിലുള്ള അജൈവ മാലിന്യങ്ങൾ ഇവർ ശേഖരിക്കുന്നുണ്ട്. ഇങ്ങനെ ശേഖരിക്കുന്ന അജൈവ മാലിന്യം മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റിയിൽ എത്തിച്ച് തരംതിരിച്ച് റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റിയിൽ അയക്കുന്നു. തുടർന്ന് അവ പുനരുപയോഗത്തിനോ പുനഃചംക്രമണത്തിനോ ആയി കൈമാറുന്നു. ഇതിനു പുറമെ ജൈവ മാലിന്യ സംസ്കരണത്തിനുള്ള നിർദ്ദേശങ്ങളും ഉപാധികളും നൽകി വരുന്നുണ്ട്. ഹരിത കേരള മിഷൻ, ശുചിത്വ മിഷൻ, ക്ലീൻ കേരള കമ്പനി, കുടുംബശ്രീ മിഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം ഈ ബൃഹത് പദ്ധതിയുടെ ഭാഗമാണ്. സംസ്ഥാനത്തൊട്ടാകെ 36,000-ലധികം ഹരിത കർമ്മസേന അംഗങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഹരിത കർമ്മസേനയുടെ മുഖ്യ വരുമാനം യൂസർ ഫീ ആണ്. നമ്മളൊരു ചെറിയ പേയ്മെന്റ് കൊടുക്കുമല്ലോ. ഇതിനു പുറമെ പായവസ്തുക്കളിൽ നിന്നും പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കൽ, നൂതന ഹരിത സംരംഭങ്ങൾ എന്നിവ വഴി സ്വയം പര്യാപ്തത നേടുവാനുള്ള പ്രവർത്തനവും ഇവർ നടത്തി വരുന്നുണ്ട്. ഹരിത കർമ്മസേനയുടെ സേവനം ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുള്ള ഭാഗമായി ഹരിതമിത്രം എന്നൊരു ആപ്പും ആവിഷ്കരിച്ചിട്ടുണ്ട് ഇപ്പോൾ. ഇനി നമുക്ക് പറയാനുള്ളത്, ശുചിത്വത്തെ കുറിച്ച് തന്നെ പറയുമ്പോൾ മാലിന്യമുക്ത നവകേരളം, ശുചിത്വ കേരളം ലക്ഷ്യമിട്ട് സംസ്ഥാനമൊട്ടാകെ വിപുലമായ കർമ്മ പരിപാടികൾ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ചിട്ടുള്ള ബൃഹത്തായ ക്യാമ്പയിനാണ് മാലിന്യമുക്ത നവകേരളം. ബഹുജന പങ്കാളിത്തം, അതൊരു ക്യാമ്പയിൻ ആട്ടോ, മാലിന്യമുക്ത നവകേരളം. ബഹുജന പങ്കാളിത്തത്തോടു കൂടി 2024 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ ആരംഭിച്ച് 2025 മാർച്ച് 30 അന്താരാഷ്ട്ര ശൂന്യ മാലിന്യ ദിനത്തിൽ സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യം നേടാൻ കഴിയും വിധത്തിലാണ് പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചത്. ശുചിത്വ മാലിന്യ
സംസ്കരണ മേഖലയിലെ വിവിധ ഘടകങ്ങൾ ഏകോപിപ്പിച്ച് സമയബന്ധിതമായി സംസ്ഥാന തലം മുതൽ ജില്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപന വാർഡ് തലം വരെയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഹരിത കേരള മിഷൻ, ശുചിത്വ മിഷൻ, മലിനീകരണ നിയന്ത്രണ ബോർഡ്, ക്ലീൻ കേരള കമ്പനി, കുടുംബശ്രീ മിഷൻ, കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പ്രവർത്തന രൂപരേഖ പ്രകാരമാണ് ക്യാമ്പയിൻ നടപ്പിലാക്കിയത്. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും മാലിന്യ സംസ്കരണ രംഗത്തെ നൂതന ആശയങ്ങളെ പറ്റി അറിയുന്നതിനായും വൃത്തി 2025 കോൺക്ലേവ് സംഘടിപ്പിക്കുകയും ചെയ്തു. നവകേരളത്തിലൂടെ നാം പുതിയൊരു വികസന സംസ്കാരം പടുത്തുയർത്താനുള്ള ശ്രമത്തിലാണ്. അതിന്റെ ഭാഗമായി പ്രഖ്യാപിതമായത് 4 മിഷനുകളാണ്. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, പൊതുജനാരോഗ്യ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് ആർദ്രം, സമ്പൂർണ്ണ പാർപ്പിട സംസ്ഥാനമായി മാറ്റുന്നതിന് ലൈഫ്, വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ്. കൃഷി, മണ്ണ്, ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി ഹരിത കേരള മിഷൻ തുടങ്ങിയവയാണവ. കേരളത്തിന്റെ വികസനത്തിൽ ക്രിയാത്മകമായി ഇടപെട്ട് നവീന മാതൃകകൾ സംഭാവന ചെയ്യുവാൻ ഇവയ്ക്ക് സാധിച്ചിട്ടുണ്ട്. നിരവധി വെല്ലുവിളികൾ ഉണ്ടെങ്കിലും വികസന നേട്ടങ്ങളുടെ പൂർവ്വകാല ചരിത്രത്തിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് അവയെല്ലാം അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതാണ് ശുചിത്വത്തെ കുറിച്ച് പറയാനുള്ളത്. അങ്ങനെ നമ്മുടെ കേരളത്തിന്റെ വികസന മാതൃക, വളർച്ചയും തുടർച്ചയും എന്ന് പറയുന്ന ടോപ്പിക് അവസാനിപ്പിക്കുകയാണ്. ഇതിൽ എനിക്ക് അധികം ഒന്നും പറയേണ്ടി വന്നിട്ടില്ല, വിശദീകരിക്കേണ്ടി വന്നിട്ടില്ല. കാരണം മുഴുവൻ നമ്മൾ വായിച്ച് പഠിക്കേണ്ട ടോപ്പിക്കാണ്. അപ്പം വായിക്കുക, കേൾക്കുക, പഠിക്കുക. അധികം വിശദീകരിക്കാൻ ഒന്നുമില്ല. കാരണം പദ്ധതികളെ കുറിച്ച് പറയുന്ന സംഭവങ്ങൾ ജസ്റ്റ് വിവരിക്കുകയല്ലേ ഇതില്. ആഴത്തിൽ പറയാൻ പാകത്തിൽ ഒന്നുമില്ലല്ലോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്